എന്ന് വായിക്കണം. വായനയിലൂടെ, ചിന്തയിലൂടെ, അന്വേഷണത്തിലൂടെ ജഗനിയന്താവായ റബ്ബിനെ കണ്ടെത്താമെന്ന സത്യമാണ് മുഹമ്മദുർ റസൂലുള്ള ലോകത്തോട് ആദ്യമായി പറഞ്ഞത്. പണ്ഡിതന്മാർ ഇവിടെ പറയുന്നു, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തു വായിക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എന്തു വായിക്കണമെന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല, വായിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, എന്ത് വായിക്കണമെന്നിവിടെ പറയാതിരുന്നത് എല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. എല്ലാം വായിക്കണം. സൂര്യനെ കുറിച്ച് പഠിക്കണം, ഭൂമിയെ കുറിച്ച് പഠിക്കണം, ആകാശത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ അണ്ടകടാഹത്തിലുള്ള സർവമാന വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിധാതാവായ റബ്ബിനെ കണ്ടെത്താമെന്ന സത്യമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് ആദ്യമായി നൽകിയത്. മഹാനായ പ്രവാചകനോട് അല്ലാഹു ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് വായിക്കണമെന്ന് മാത്രം പറഞ്ഞത്, എന്ത് വായിക്കണമെന്ന് പറയാതിരുന്നത്. അതല്ലേ ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, the deeply emotional conviction of the superior reasoning power which is revealed in the comprehensible universe forms my idea of God. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പം ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഐൻസ്റ്റീന് ശാസ്ത്രലോകത്തിന് മറക്കാനും കഴിയില്ല. ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ ഈ പ്രതിഭാസങ്ങളുടെ, ഈ പ്രവർത്തനങ്ങളുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ കരം എനിക്ക് കാണാനും കഴിയുന്നുവെന്ന് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കുകയാണ്, റബ്ബ് കഹാ ഹേ? എവിടെയാണ് റബ്ബ്? എവിടെയാണ് ദൈവം? ദേഖനെ മേ വോ നഹീ ആതാ ഹേ, വോ നഹീ ഹേ. നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാനും കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കാണട്ടെ, കാണാത്തത് കൊണ്ട് ആ ദൈവമില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്നാൽ ആസുമാനോ ജമീൻ, ये चांद सूरज, ഈ ഭൂമിയും ആകാശവും, ये चांद सूरज, അതേപോലെ സൂര്യനും നക്ഷത്രങ്ങളും, അഗർ പൂछे इन सब का मालिक कौन है, ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണെന്ന് യഥാവിധി ചിന്തിച്ചാൽ ജവാബ് ഏക് ഹേ, ഖുദാ ഹേ, ഖുദാ ഹേ, ഖുദാ ഹേ. അല്ലാഹുവാണ് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്ന് കണ്ടെത്താൻ പ്രയാസമില്ല. അല്ലാഹു ചിന്തിക്കാനാണ് മനുഷ്യരോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അങ്ങനെയുള്ള ചില വിചിന്തനീയമായ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആമുഖ ദിവസമായി ഇന്ന് റബ്ബിന് ശുക്ർ രേഖപ്പെടുത്തി നമ്മൾ ഈ വേദി അവസാനിപ്പിക്കും. ഇന്ന് തുടക്കമായതുകൊണ്ട് ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സർവസ്തുതിയും അല്ലാഹുവിനാണ്, എല്ലാം സമർപ്പിക്കേണ്ടത് റബ്ബിനാണ്. എന്തുകൊണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു ലോകത്തെ ആദ്യം പഠിപ്പിച്ച വിഷയം അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ നാമത്തിൽ വായിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവരാരാണ്? നിഷ്കളങ്കമായി നിങ്ങൾ ചിന്തിക്കണം. ശ്രദ്ധ വേറെ ഭാഗത്തേക്കൊന്നും പോകരുത്. ഞാൻ ഏതാനും ചില വിഷയങ്ങൾ പറയുകയാണ്. റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിന്റെ സാന്നിധ്യം പഠിപ്പിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം പ്രപഞ്ചനാഥനായ റബ്ബിനെ സമർപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിലൂടെ അള്ളാഹു ആദ്യം പഠിപ്പിച്ചത്, നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ നിങ്ങൾ വായിച്ചു പഠിക്കണേ എന്നാണ്. ആരാണ് എന്റെ പ്രിയമുള്ള സഹോദര എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്? എന്റെയും നിങ്ങളുടെയും മാതാവാണോ? ഒരിക്കലുമല്ല. നമുക്കറിയാമല്ലോ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വേദനിച്ചു കരയുന്ന എത്രയോ ദമ്പതിമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞുകാല് കാണാൻ കരയുന്ന ദമ്പതിമാർ. എന്റെ
സ്ത്രീ പുരുഷ ബന്ധമാണ് മക്കളുണ്ടാകാൻ കാരണമെങ്കിൽ, അടിസ്ഥാന കാരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞ എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകട്ടെ? എന്റെ സഹോദര, നിങ്ങൾ ചിന്തിക്കണം. എത്ര ആളുകളുണ്ട് വേദനിച്ചു കഴിയുന്നവർ. അള്ളാഹു പറയുകയാണ്, ഏതൊരു ദമ്പതിമാർ വിചാരിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. സ്ത്രീ പുരുഷ ബന്ധം നടന്നാലും മക്കളുണ്ടാവുകയില്ല. മക്കളുണ്ടാകണമെങ്കിൽ സൃഷ്ടാവായ റബ്ബിന്റെ ഇറാദത്ത് വേണം, റബ്ബിന്റെ ഇറാദത്ത് വേണം. അല്ലാഹുവാണത് തീരുമാനിക്കുന്നവൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണേ. എന്നെയും നിങ്ങളെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് അല്ലാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല, സൃഷ്ടാവായ റബ്ബിനോട് നന്ദിയുള്ള മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബ് തീരുമാനിച്ചില്ലേ? ഞാനില്ല, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളില്ല. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹു എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. ഉമ്മമാർ മനസ്സിലാക്കരുത്, ഞാൻ ചില ശാസ്ത്രീയമായ സംഗതികൾ പറയുന്നു. പക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാൻ, ആർക്കാണ് നമ്മൾ ജീവിതം നൽകേണ്ടതെന്ന് പറയാൻ, ആരെക്കുറിച്ചാണ് സദാസമയവും നമ്മുടെ ഖൽബ് മന്ത്രിക്കേണ്ടതെന്ന് പറയാൻ, ആരുടെ വിചാരമാണ് നമ്മുടെ ഖൽബിലുണ്ടാകേണ്ടതെന്ന് പറയാൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചതെന്നറിയുമോ? ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് അലഖ്? അലഖ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദര, അലഖ് എന്ന് പറഞ്ഞാൽ സാധാരണ പലരും ഭാഷാന്തരം ചെയ്യാറുണ്ട്. രക്തപിണ്ഡമെന്ന്, ക്ലോട്ട് ഓഫ് ബ്ലഡ് എന്ന് പറയാറുണ്ട്. ക്ലോട്ട് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ രക്തപിണ്ഡമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. ചിന്തിക്കണം. ഞാനും നിങ്ങളും കടന്നു വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. ആ വഴിയിൽ എന്റെ മാതാവിനോ നിങ്ങളുടെ മാതാവിനോ, എന്റെ പിതാവിനോ നിങ്ങളുടെ പിതാവിനോ ഒരു പങ്കുമുണ്ടായിരുന്നില്ല. എന്റെ സഹോദര, ഒരു പങ്കുമില്ല. എത്രയെത്ര സഹോദരങ്ങൾ അവർ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ആ ദമ്പതികളിലെ സ്ത്രീ സഹോദരി ഗർഭിണിയാകുന്നത്. വേറെ ചില ആളുകൾ എത്രയോ തവണ ഗർഭം ധരിക്കണമെന്ന് കരുതിയിട്ട് അവർ ഗർഭം ധരിക്കുന്നുമില്ല. ഇതിലൊന്നും പങ്ക് മനുഷ്യർക്കില്ലെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. അലഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയുമോ? ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. അതായത് ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ടത്തിലേക്ക് അണ്ടവുമായി ക്ലോട്ട് ചെയ്യുകയാണ്. ഒരു പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയിലെ അണ്ടവും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള പുരുഷന്റെ ഇന്ദ്രിയത്തിലുള്ള ബീജവും സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള അണ്ടവും തമ്മിൽ സംയോജിക്കുകയാണ്. 6 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് സംയോജിച്ചു പിന്നെ ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്ന് പുറം തള്ളപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തിയായി മാറുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെയും സ്വഭാവം എന്താണെന്നറിയോ? ഗർഭപാത്രത്തിന്റെ സ്വഭാവം. ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഗർഭപാത്രത്തിന്റെ സ്വഭാവം, ഗർഭപാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു പുറത്തു നിന്ന് കടന്നാൽ അതപ്പാടെ പുറം തള്ളുക എന്നതാണ് ഗർഭപാത്രത്തിന്റെ സ്വഭാവം. എന്നാൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ആഗ്രഹിച്ച ഇന്ദ്രിയത്തുള്ളിയുടെ അംശം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നപ്പോൾ അണ്ടവുമായി ഇത് സംയോജിക്കുകയും എന്നിട്ടോ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അത് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഒരു മൂലയിൽ പോയി അള്ളിപ്പിടിച്ചു നിൽക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, ആ മുലഅത്തിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത്. നിങ്ങൾ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പുറം തള്ളപ്പെടുമായിരുന്നു. ഗർഭപാത്രം എപ്പോഴും മനുഷ്യനെ പുറം തള്ളാനുള്ള തീവ്രമായ യത്നത്തിലാണ്. ഈ ഗർഭപാത്രത്തിലേക്ക് കടന്നത് മുഴുവൻ പുറം തള്ളാനുള്ള വ്യഗ്രതയിലാണ്.
പക്ഷെ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾക്ക് ബ്ലീഡിംഗ് ആയി ഗർഭം അലസിപ്പോകാറില്ലേ? ബ്ലീഡിംഗ് ആയി ഗർഭം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ആഗ്രഹിച്ച ആ ബീജത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാൻ അല്ലാഹു സഹായിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സഹോദരി വിചാരിച്ചിട്ടാണോ, എന്റെ മാതാവ് വിചാരിച്ചിട്ടാണോ ഞാൻ എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നത്? അല്ല എന്റെ സഹോദര, ഞാൻ എന്റെ സ്വന്തം കഴിവുകൊണ്ടാണോ? അല്ല, എന്നല്ല. ആ കാലം എനിക്ക് ഓർമ്മ തന്നെ ഇല്ലെന്റെ സഹോദര. റബ്ബ് പറയുകയാണ്, ആ ഘട്ടത്തിൽ നിങ്ങളെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാൻ സഹായിച്ചതാരാണോ അവനാണ് അല്ലാഹു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനായ അല്ലാഹു. ആ റബ്ബിനെ ഉൾക്കൊള്ളണേ എന്നാണ് രാജാതിരാജനായ അല്ലാഹു ലോകത്തോട് ആദ്യമായി പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നമ്മൾ ആർക്കാണ് വഴങ്ങേണ്ടത്? നമ്മൾ ആരെയാണ്, ആരുടെ നിയമത്തിന് മുമ്പിലാണ് നമ്മൾ പൂർണ്ണമായി നമ്മൾ ശിരസ്കരാവേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം. റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും എഴുതിയും വായിച്ചും പഠിക്കാൻ മനുഷ്യനോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, നമ്മൾ കടന്നു വന്ന വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ അള്ളിപ്പിടിച്ചു നിന്നു. ഉമ്മയുടെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചപ്പോഴും നമ്മൾ പുറത്തുപോയില്ല. അങ്ങനെ പുറത്തുപോയെങ്കിൽ നമ്മൾ രക്തസ്രാവമായി പുറത്തേക്ക് ഒഴിഞ്ഞു പോകുമായിരുന്നു. അൽഹംദുലില്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുവാൻ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി പറയുന്ന അഹദുകും യജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ ثم يكون علقة ثم يكون مضغة. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കിടക്കുന്ന ഇന്ദ്രിയത്തുള്ളിയായി പ്രവേശിക്കുന്നു. പിന്നീട് അത് മുളഅത്താകുന്നു, രക്തപിണ്ഡമാകുന്നു. ثم يكون مضغة, പിന്നെ അത് മാംസപിണ്ഡമാകുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു എല്ലുകളെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ എല്ലുകളെ മാംസം വന്ന് പൊതിയുന്നു. അങ്ങനെ അത് മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്, മനുഷ്യൻ എന്ന സൃഷ്ടിയായി മാറുകയാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു മനുഷ്യ കുഞ്ഞിന്റെ രൂപം പ്രാപിച്ചതിന് ശേഷം നമുക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം നമ്മുടെ ഗർഭപാത്രത്തിൽ ചെയ്തു തന്നവനാണ് അല്ലാഹു. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തൊരാളും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ലോകത്തൊരാളും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അല്ലാഹുവല്ലാതെ. ഒരു കുട്ടിക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു അല്ലാഹു. റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തവനല്ലാതെ ഈ അനുഗ്രഹത്തിന്റെ അവകാശവാദം ഉന്നയിച്ച ഒരാളുമില്ലെന്റെ സഹോദര. എന്റെ നേരെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉമ്മയുടെ ശരീരത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയ അല്ലാഹു സൂക്ഷിച്ചു വെച്ചു. ഏതാണത്? ഫീ മുൽമാതിൻ സലാത്ത് യഖ്ലുഖും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ മുൽമാതിൻ സലാത്ത് ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, 3 ഇരുട്ടിലായി അല്ലാഹു നമ്മളെ സൂക്ഷിച്ചു നിർത്തി. ഏതാണ് 3 ഇരുട്ട്? ഒന്ന് ഉമ്മയുടെ വയറാൻ, മറ്റൊന്ന് ഗർഭപാത്രത്തിന്റെ ഇരുട്ടാണ്. ഒന്ന് വയറിന്റെ ഇരുട്ട്, മറ്റൊന്ന് ഗർഭപാത്രത്തിന്റെ ഇരുട്ട്. മൂന്നാമത്തെ ഇരുട്ടേതാണ്? മൂന്നാമത്തെ ഇരുട്ട് ഗർഭപാത്രത്തിന്റെ അന്തർഭാഗത്ത് കുഞ്ഞെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട്. ആ ബ്ലാഡറിന്റെ ഇരുട്ടാണ്. ഫീ ളുലുമാതിൻ സലാത്ത്. 3 ഇരുട്ടുകളിൽ നിങ്ങളെ സൂക്ഷിച്ചു വളർത്തി നിങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ വന്നപ്പോ വളരെ പ്രയാസകരമായ വഴിയിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവനാണ് അല്ലാഹു. എന്റെ പ്രിയമുള്ളവരെ,
ഇതിലാർക്കെങ്കിലും വല്ല കഴിവുമുണ്ടോ? റബ്ബിനല്ലാതെ നമ്മൾ ആർക്കാണ് നമ്മെ സമർപ്പിക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സർവവും സമർപ്പിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഉമ്മയുടെ ഗർഭപാത്രത്തിലായപ്പോ നമുക്ക് ചെവിയുണ്ട്, പക്ഷെ കേൾക്കാനും കഴിവില്ല. നാവുണ്ട്, പക്ഷേ സംസാരിക്കാനും കഴിവില്ല. എന്തിനേറെ കണ്ണുണ്ട്, പക്ഷേ കാണാനും കഴിവില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോഴേക്ക് കേൾവി ഇവിടെ ആവശ്യമാണ്. ആ സെക്കൻഡ് മുതൽ നമ്മൾ കേട്ടു തുടങ്ങി, ആ സെക്കൻഡ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങി. ആരാണ് നമുക്ക് കേൾവി തന്നത്? നമ്മുടെ മാതാവാണോ? എന്റെ സഹോദര, ഒരു മാതാവും വിചാരിച്ചാൽ തന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കാനും കഴിയില്ല. ഒരു പിതാവ് വിചാരിച്ചാലും തന്റെ കുഞ്ഞിന് കേൾവി ശക്തി നൽകാനും കഴിയില്ല. അതാരാണെന്നറിയുമോ? അല്ലാഹുവാണ് എന്റെ സഹോദര, അതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് കണ്ണ് നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, ചെവി കേൾവി നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, നാവ് നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, ശരീരം മുഴുക്കയും സമർപ്പിക്കേണ്ടതും റബ്ബിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഭൂമിയിൽ എന്തെല്ലാം സംവിധാനം